അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ, അതായത് വിവാഹം കഴിക്കാനിരിക്കുന്നതും ഇപ്പം വിവാഹം കഴിഞ്ഞ കുട്ടികളെയും പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടൊരു 4-5 ഡിവോഴ്സ് കേസസായി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4-5 ഡിവോഴ്സ് കേസസിലും അറിഞ്ഞിടത്തോളം അല്ല, അവരുടെ ഉള്ളിലത്തെ കാര്യം അത് അവർക്കും അള്ളാഹുവിനും മാത്രം അറിയുന്ന കാര്യമാണ്. പക്ഷെ കേട്ടെടുത്തോളം പെൺകുട്ടികൾക്കാണ് പ്രശ്നം. ആൺകുട്ടികൾക്കാർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, പെൺകുട്ടികൾക്കാണ് പ്രശ്നം. അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കേൾക്കുന്ന ഡിവോഴ്സ് കേസസിലെല്ലാം കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ അമ്മായിമ്മനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ നാത്തൂന്മാരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു അറ്റ്മോസ്ഫിയറോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തം ഭർത്താവിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ കുട്ടികൾ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. അവരൊരുപാട് സൗകര്യങ്ങൾ കൊണ്ട് ജീവിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മളൊക്കെ ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിച്ച ആളുകളാണ്. പണ്ട് തറവാടിൽ ഒരുപാട് ഫാമിലീസ്, ഇപ്പോഴും ഞാനൊരു ജോയിൻറ്റ് ഫാമിലിയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പക്ഷേ ഇനി വരുന്ന തലമുറകളിൽ ആ ഒരു പ്രശ്നം കാണപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവരുടെ ആ ഒരു ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നുകൊണ്ട് മാത്രം എല്ലാ സൗകര്യങ്ങളും, ഇപ്പോൾ സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. ചോദിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവരുടെ മുൻപിൽ കിട്ടുന്നുണ്ട്. അത് കൊടുക്കാനായിട്ട് മാക്സിമം മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ എന്നും അറിയില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം, ഇതാണ് ഒരു വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് പൊസസീവ്നെസ്. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് എൻ്റേത് മാത്രം. ഭർത്താക്കന്മാർ അവരുടെ വീട്ടിലേക്ക് അവരുടെ ഉമ്മക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നത് അത് ഇഷ്ടമില്ല, അവരുടെ ഉമ്മക്ക് ചിലവിന് കൊടുക്കുന്നത് ഇഷ്ടമില്ല, അവരുടെ അനിയത്തിമാർ അവരുടെ ഇത്താത്തമാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടമില്ല. ഇവൾക്ക് മാത്രം നമുക്ക് മാത്രമാണ് നമ്മുടെ ഭർത്താവ്, എനിക്ക് എന്നെ തന്നെ നോക്കിയിരിക്കണം, എൻ്റെ കൂടെ തന്നെ വരണം, വേറെ എവിടെയും പോകാൻ പാടില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരുപാട് ചിന്താഗതികൾ ഭയങ്കരമായിട്ട് കുട്ടികളിൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ലാസ്റ്റ് എത്തിപ്പെടുന്നത്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുക, രണ്ടുപേരും ആണായാലും പെണ്ണായാലും രണ്ടുപേരും തമ്മിൽ അവർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അത്രയും വർഷം അവർ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ ഫാമിലീനെ അവർക്ക് ഇട്ടേച്ചിങ്ങോട്ട് പോരാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സ് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാ സ്പേസും കൊടുത്തുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം, എങ്കിൽ മാത്രമേ ഒരു വിവാഹ ബന്ധം, ആ ബന്ധം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള ജനറേഷനിലെ കുട്ടികൾ മുഴുവനും ഒരു ഫാൻറ്റസി ലൈഫിലാണ് ഇപ്പോൾ ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ വെറും ഒരു ഫാൻറ്റസി ആയിട്ട് മാറി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കാണുന്നത് മുഴുവൻ യൂട്യൂബിലെ വ്ളോഗേഴ്സ്, ഇൻസ്റ്റഗ്രാമിലെ വ്ളോഗേഴ്സ്, അത് കഴിഞ്ഞിട്ട് ടിക്ടോക്കിൽ കുറേ വീഡിയോസ്. ഇവരൊക്കെ ഒരു കാര്യം, ഈ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തൊരു കാര്യം, മക്കളെ, ഇവരെല്ലാവരും ക്യാമറൻ്റെ മുമ്പിൽ അഭിനയിക്കുകയാണ്. അവരുടെ സ്വന്തം നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല. നമ്മളിപ്പോൾ ഒരു ക്യാമറൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കുന്ന പോലെ നമ്മൾ അടി ഉണ്ടാക്കുമോ ക്യാമറൻ്റെ മുമ്പിൽ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വ്ളോഗേഴ്സ് അവരുടെ ലൈഫ് അവരിങ്ങനെ കണ്ടുമുട്ടി, അവരുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്, അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതങ്ങളും അവരുടെ കഥകളും പങ്കുവെക്കുമ്പോൾ നമ്മളെ കുട്ടികളും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയുള്ളൊരു ലൈഫ് പാർട്ട്ണർ എനിക്ക് വേണം. ആ വ്ളോഗറിൻ്റെ ആ ചെക്കൻ എന്തൊരു ഇതാണല്ലേ, അതുപോലത്തെ ഒരു ഹസ്ബൻഡിനെ എനിക്കും വേണം എന്ന് നമ്മുടെ മക്കളും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ വിവാഹത്തിന് മുമ്പ് തന്നെ വലിയൊരു കോൺസെപ്റ്റ് ഉണ്ടാവും, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയിരിക്കണം, എന്നെ എല്ലാ സ്ഥലത്തേക്കും വിടണം, എന്നെ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം കെട്ടഴിച്ച് വിടുന്ന രീതിയിലുള്ള ഹസ്ബൻഡ് ആയിരിക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു വലിയൊരു കോൺസെപ്റ്റ് അവരുണ്ടാക്കും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഭർത്താവ് ഉണ്ടാവുക. ചിലപ്പോൾ എങ്ങോട്ട് അങ്ങനെ ഒരുപാട് ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചുകൊണ്ട്
അവരെ നോക്കാവുന്ന കാര്യം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മളെ എക്സ്പെക്റ്റേഷൻ എത്രയോ വലുതാണ്, അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ നമ്മളെ ഭർത്താവില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു ക്ലാഷ് വരും. അപ്പം നമുക്ക് പിന്നെ അവർ ചെയ്യുന്ന ഒന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ, ഈ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് മുസ്ലിം സ്ത്രീകൾ എല്ലാവരും ഈ യൂട്യൂബ് ചാനലും ഈ വ്ളോഗുമായിട്ട് നടക്കുകയാണ്. ജീവിതം മുഴുവൻ യൂട്യൂബ് ചാനൽ. നാളെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ നാളെ നിൻ്റെ സമയം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളും പറയൽ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒഴിവാക്കി മാറ്റി വെച്ചു എന്നായിരിക്കും. അങ്ങനെ പറയേണ്ടി വരും നമുക്ക്. അതാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മളെ കുട്ടികൾ കാണുന്നത് മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് വ്ളോഗ്സും അല്ലെങ്കിൽ ഒരുപാട് ചാനലുകളൊക്കെ? സത്യം പറയാമല്ലോ, പേഴ്സണലി ഞാൻ ഒരാളുടെ വ്ളോഗും ഞാൻ കാണാറില്ല. ഞാൻ ഒരാളുടെ എന്തിനാണ് നമ്മൾ പ്രോത്സാഹിക്കുന്നത്? എന്തിനാണ് അവർക്ക് നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കുന്നത്? അവർ ചെയ്യുന്ന തിന്മകളെ നമ്മൾ കാണുന്നതിനനുസരിച്ച് യൂട്യൂബിൽ അവർക്ക് റേറ്റിംഗ് കൂടും, അതിനനുസരിച്ച് അവർക്ക് പൈസ കിട്ടാൻ കൂടും, അത് അവർക്കൊരു പ്രചോദനം. അങ്ങനെ ആദ്യം സൗണ്ട് മാത്രമായിരിക്കും, പിന്നെ അവരെ തന്നെ കാണിക്കും, പിന്നെ അവരുടെ ഫാമിലി കാണിക്കും, പിന്നെ മക്കളെ കാണിക്കും. അങ്ങനെ പിന്നെ എന്താ പറയുക, ഈ എല്ലാം ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയാം. ഒന്ന് ഇൻകമാണ്, ഓക്കെ ഫൈൻ, ഒന്ന് എല്ലാവർക്കും വരുമാനം കിട്ടണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇടുന്ന പെൺകുട്ടികളെ കാണാറുണ്ട്. ഇവർക്കൊക്കെ എന്താണ്, ഫേമസ് ആവണം, 4 ആൾ അറിയണം. എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? എന്തിനാണ് നമ്മൾ ഫേമസ് ആയിട്ട്? ഓക്കെ, നമ്മൾ ഒരുപാട് പെൺകുട്ടികളെ കാണാറുണ്ട്, നല്ല ഭംഗിയിൽ മക്കനിട്ടുണ്ടാവും, പക്ഷേ ചുണ്ട് ഫുള്ള് ചോപ്പിച്ച് മുഖത്ത് മുഴുവൻ പൊട്ടിയിട്ട്. എന്നിട്ട് അത് കൂടാതെ വേറൊരു എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കുറേ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ടാവും, കുറേ ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഉണ്ടാവും. എന്നിട്ട് ഈ ഫോളോവേഴ്സ് കംപ്ലീറ്റ് അതിൽ ഒരുപാട് പുരുഷന്മാരുണ്ടാവും, ഒരുപാട് ആൺകുട്ടികളുണ്ടാവും. ഇവർക്ക് ലെറ്റർ അയക്കും, ഗിഫ്റ്റ് അയക്കും. എന്നിട്ട് ആ ഗിഫ്റ്റ് എല്ലാം ഒരു ദിവസം ഇരുന്നിട്ട് ഇത് ഇന്നാൾ അയച്ചതാണ്, ഇത് ഈ ബ്രദർ അയച്ചാണ്, ഓ താങ്ക് യു ബ്രദർ, എനിക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇതായി. അങ്ങനെ എന്നിട്ട് ആ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരോടും താങ്ക് യു പറഞ്ഞിട്ട്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചെയ്യുന്ന തിന്മയുടെ ഗൗരവം നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്. നാളെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ഭയങ്കര ഫേമസ് ആയിരിക്കും, 4 ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തി പറയും. പക്ഷേ നാളെ ഈ ഉണ്ടല്ലോ, ഈ ഉള്ളിലുള്ള ഈ റൂഹ് അങ്ങോട്ട് പോയാലുണ്ടല്ലോ, നാളെ ഖബറിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഇൻഷാ അല്ലാ വിവരം അറിയും, ഉറപ്പായിട്ടും അറിയും, വിവരം അറിയും. സത്യം പറയില്ല, അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത്, അത് തെറ്റാണോ ശരിയാണോ, ഇത് ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, ഞാൻ എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ് പറയുന്നത്. അങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനെ ഓരോ ആൺകുട്ടികൾ അയക്കുന്ന ലെറ്റേഴ്സൊക്കെ വായിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അടിച്ച് കൈ കഴുകാനാണ് തോന്നാറുള്ളത്. മനസ്സിൽ അടിച്ച് കൈ കഴുകാനാണ് തോന്നാറുള്ളത്. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരുടെ മാതാപിതാക്കളൊക്കെ എവിടെ പോയി? ഇപ്പം ആർക്കും ഒന്നും ഒരു തെറ്റല്ല, ഒന്നും ഒരു പ്രശ്നമല്ല. ഇസ്ലാം ഇസ് വെരി ലിബറൽ. ഇസ്ലാം ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ആരെ പറഞ്ഞ് ഇസ്ലാം ലിബറലാണ്? ഓഫ് കോഴ്സ് ഇസ്ലാം ഇസ് ലിബറൽ. പക്ഷേ ഇസ്ലാം ലിബറലാണ് അതൊരു മുഅ്മിനാണെങ്കിൽ മാത്രം. അവരൊരു മുഅ്മിനാണെങ്കിൽ മാത്രം ഇസ്ലാമിൽ ആ ഒരു വിശാലത നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ അല്ലാത്തവർക്ക് ഇസ്ലാം ജയിലാണ്. ഡെഫിനറ്റ്ലി ഇസ്ലാം ഇസ് ഡിഫിക്കൾട്ട് വെൻ യു മേക്ക് ഇറ്റ് ഇൻ, എന്താ പറയുക, നമ്മളത് പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളത് പ്രാക്ടിക്കലാക്കുമ്പോൾ അത് ഇസ്ലാം ഇസ് ഡിഫിക്കൾട്ട്. അത് പക്ഷേ ഇപ്പോഴെല്ലാം ലിബറൽ, എല്ലാം ഓക്കെയാണ്, എല്ലാം മഹറമില്ല, നോൺ മഹറമില്ല, നെയ്ബേഴ്സും മഹറമാണ്. നമ്മളെ വീട്ടിൻ്റെ എന്താ പറയുക, ആരൊക്കെ ഏതൊക്കെയോ കസിൻസ് നമ്മളെ ഏതോ അപ്പുറത്തെ ഏതൊക്കെ കസിനായിരിക്കും, പക്ഷെ അതും നമുക്ക് മഹ്റമാണ്. ഓരോ കൂടെ പോകുന്നതിന് കുഴപ്പമില്ല, ഓരോ കൂടി ഇരിക്കുന്നതിന് കുഴപ്പമില്ല. എല്ലാം നമ്മുടെ നീയത്താണ്. ഇന്നമല്ല അഴ്മാലു ബിൻ നീയത്ത്. നമ്മളെ നീയത്ത് ഭയങ്കര നല്ലതാണ്, അവരെൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ്, സ്വന്തം ബ്രദറിനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള അതിൽ വരെ എന്ത് ചെയ്യാണ്, എല്ലാവരും ഓരോ എന്താ പറയുക എക്സ്ക്യൂസസ് കണ്ടെത്താണ് നിങ്ങൾക്ക് നിങ്ങളെ ജീവിതം അടിച്ചു പൊളിക്കാനായിട്ട്. ഒരുപാട് ആളുകൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ പറയും, സമയം പോണ്ടേ, ഒരുപാട് സമയം, അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ലോക്ക്ഡൗൺ ആണ്, അപ്പം കുറേ സമയം ഉണ്ടായതുകൊണ്ട് വെറുതെ ഒരു രസത്തിന് ചെയ്യുകയാണെന്ന്. എങ്ങനെ നിങ്ങൾക്ക് സമയം ഇങ്ങനെ കിട്ടുന്നതെന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് ചെയ്യാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹ് സൃഷ്ടിച്ചതെന്ന് ഖുർആൻ ഒരുപാട് പ്രാവശ്യം പറയുന്നു. അപ്പം
ആ ഇബാദത്ത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സമയം ബാക്കിയുണ്ടാവും. അല്ലാത്തൊരാൾക്ക് ഒരിക്കലും സമയം ബാക്കിയുണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ 24 മണിക്കൂർ ഇബാദത്ത് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ പറയല്ല. ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയൊന്നും അല്ല. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ ഈമാന് ചിലപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനത്തെ എന്താ പറയുക, തിന്മയിലേക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സമയം മാറ്റി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ സമയം ഇത്രത്തോനെ ബാക്കി നമുക്ക് വരുന്നത്. അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ഈ യൂട്യൂബിൽ കുറേ മേക്കപ്പിൻ്റെ വ്ളോഗും കുറേ മേക്കപ്പ് വീഡിയോസ്, കുറേ ഹിജാബ് ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മേക്കപ്പ് ഇട്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് എത്ര ആളുകളാണ് നിങ്ങളെ കാണുന്നത്, എത്ര ആളുകളാണ് നിങ്ങളെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം വിൽക്കുകയാണ് ചെയ്യുന്നത്. 4 ആൾ അറിയപ്പെടാൻ വേണ്ടിയിട്ട്, കുറച്ചൊന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം വിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും എനിക്കൊന്നും പറയാനില്ല. ഇൻഷാ അല്ലാഹ് ഒരിത്തിരി അള്ളാഹുവിനെ പറ്റി ഒരു പേടിയുള്ള ഒരു പെൺകുട്ടിക്കും ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ തോന്നൂല. നമ്മൾ തലയിൽ തട്ടിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഫുൾ കൈയുള്ള ഒരു ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ ഒന്നും, അല്ലെങ്കിൽ ഒരു ആയിഷ ഫാത്തിമ എന്നുള്ള പേരുള്ളത് കൊണ്ടോ ഒരിക്കലും മുസ്ലിം ആവില്ല. ഒരിക്കലും മുസ്ലിം ആവില്ല. ഒരു ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ, നമ്മളെ കർമ്മങ്ങൾ കൂടി അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായിരിക്കണം. നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? നമ്മൾ വസ്ത്രം ധരിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ 4 ആൾക്കാർ കണ്ടിട്ട് ഉഷാറായിക്കിന് യു ലുക്ക് സോ ഹോട്ട് അതൊക്കെ പറയുമ്പോഴേക്കും നിങ്ങളെ വിചാരം എന്താണെന്നറിയോ? നിങ്ങൾ എവിടോ എത്തിയേ 4 ചെക്കന്മാർ ഓക്കെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പം നമ്മളെന്തോ ഐശ്വര്യ ആയി പോയി എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളൊരു വിചാരം. അത് നിങ്ങളെ പ്രശ്നമാണ്. നമ്മളെ സൗന്ദര്യം 4 ആൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആ സൗന്ദര്യം നിങ്ങൾ മറച്ചു വെക്കുകയാണ് വേണ്ടത്. അതിന് പകരമായിട്ട് നമ്മളിങ്ങനെ ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് നമ്മളെ സൗന്ദര്യം അങ്ങോട്ട് അതങ്ങോട്ട് എക്സിബിറ്റ് ചെയ്ത് ഒരു എക്സിബിഷനിൽ നമ്മൾ വെക്കുന്ന ഒരു കാഴ്ചവസ്തു പോലെ, അങ്ങനെ ഒരു കാഴ്ചവസ്തു ആക്കാനുള്ള ഒരു സാധനമല്ല ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു തആല അത് ജിൽബാബ് കൊണ്ട് നീ നിന്റെ സൗന്ദര്യം മൂടാൻ വേണ്ടി പറഞ്ഞത്, ഫിത്നകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഫിത്നകൾ ഒഴിവാക്കുക? ഇതുപോലെ ഇപ്പം ഇന്നും 2-3 ദിവസം മുമ്പ് മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആയപ്പോൾ സുബ്ഹാനല്ലാഹ് സ്റ്റാറ്റസ് മുഴുവനും മമ്മൂട്ടീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. മമ്മൂട്ടീനെ ആയിരുന്നു എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത്. അത് ഓക്കെ, അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, നല്ല അഭിനയമായിരിക്കും. പക്ഷെ ആരാണ് മമ്മൂട്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മമ്മൂട്ടി? അയാളുടെ പ്രൊഫഷൻ ചെയ്യണു, അതിനനുസരിച്ച് അയാൾ കാശ് വാങ്ങുന്നു, അയാൾ പോക്കറ്റിലിടും, മൂപ്പരുടെ ജീവിതം ജീവിക്കുന്നു. അത് നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? എന്ത് നന്മയാണ് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്? അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ, ഞാനിപ്പോൾ ഒരു ടീച്ചർ ആയതുകൊണ്ട് എനിക്കറിയാം, എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് ആളുകൾ ബോബ് മാർലി അങ്ങനത്തെ ഒരുപാട് സിംഗേഴ്സിനൊക്കെ ഭയങ്കര ആരാധിച്ചുകൊണ്ട് ഭയങ്കര ഫാനായിട്ട് റോൾ മോഡലായിട്ട് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ റോൾ മോഡലായിട്ട് കാണുന്നത്? ഈ സിംഗേഴ്സ് എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ ലഹരിയിലായി, അതുകൂടാതെ കള്ളും കുടിച്ച് ലഹരിയും അടിച്ച് മയക്കുമരുന്നുമായി പെണ്ണുമായിട്ട് നടക്കുന്ന ഇത്രയും അതം പതിച്ച ആളുകളെ നിങ്ങൾ എന്തിനാണ് മക്കളെ റോൾ മോഡലായിട്ട് കൊണ്ട് നടക്കുന്നത്? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? നാളെ നരകത്തിൽ റോൾ മോഡലാണ് വിചാരിച്ച് നിങ്ങളും അവരുടെ കൂടെ പോയി കിടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും ആരും ആലോചിക്കുന്നില്ല. എന്താ ചെയ്യുക? ഒരിത്തിരി പോലും വിവരമില്ലാത്ത ആളുകളായിപ്പോയി ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും ഇപ്പോൾ കാണുന്നത് തിന്മയാണ്. നമ്മൾ ഇപ്പോൾ ഫോൺ തുറന്നാൽ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും എല്ലാ സ്ഥലത്തും, ഞാനൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങോട്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എന്താണെന്നറിയോ? എനിക്കിങ്ങനെ തോന്നി, ഓരോ ആളുകളുടെ ലൈഫ് അവരെല്ലാം അതിങ്ങനെ പബ്ലിക്കായിട്ട് കാണുമ്പോൾ എവിടെയോ പിശാചിൻ്റെ ഷെക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമായി. പിശാചിൻ്റെ ഷെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് മാത്രം ഭയങ്കര ബോറിങ്, ഓരോ സ്ഥലത്ത് ഓരോ ആളുകൾ അടിച്ചു പൊളിക്കുന്നത് കാണുമ്പോൾ എവിടെയോ മനസ്സിലൊരു ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ടോ എന്ന് സംശയം വന്ന ഉടനെ തന്നെ ഒരൊറ്റ ഡീആക്ടിവേറ്റ് അങ്ങോട്ട് എൻ്റെ അക്കൗണ്ട് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ആ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഇന്ന് ഇത്രത്തോനെ പ്രശ്നം ഈ ഒരു വിവാഹത്തിന് ശേഷം
സംഭവിക്കാനുള്ളൊരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇത് എൻ്റെ മാത്രം തോന്നലുകളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പം ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് മഹാമണ്ടത്തരമാണ്. നമ്മുടെ ഈ ദുനിയാവിലെ ഒരു കുറച്ച് കാലത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നാളെ കാലാകാലമുള്ള ഒരു ജീവിതമാണ്. മരണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു മരണമില്ല. അവിടെ മരണം എന്ന് പറഞ്ഞ ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു മരണമില്ല. പിന്നെ നരകത്തിലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില സമയത്ത് നമുക്കെന്താ പറയുക, ഓരോ ആളുകൾ പൊള്ളലേറ്റ ആളുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ കാണാം, ഫുള്ളും മറച്ചുകൊണ്ട് ഈ പൊള്ളി ആളുകളെ കൊണ്ടുപോകാറുണ്ട്. ആർത്ത് കരയുന്നത് ഒരു പ്രാവശ്യം മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 90% ബേണിങ് എന്താ പറയുക, പൊള്ളിയ ഒരു മനുഷ്യനെ. അദ്ദേഹം കരയാൻ പോലും അദ്ദേഹത്തിന് ഒരു ഇതില്ലായിരുന്നു. പക്ഷേ അവരുടെ വേദന നമുക്ക് ശരിക്കും കാണാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു. അവരുടെ ആളുകൾ അല്ലെങ്കിൽ ആ ഫാമിലി പറയുമ്പോൾ അറിയാൻ പറ്റുമായിരുന്നു ആ വേദന. ഈ ദുനിയാവിലുള്ള നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ നരകത്തിലെ തീയിൽ കിടന്ന് എരിയുന്നതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്രാവശ്യം ഒരു നേരം ആലോചിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്താ പറയുക തോന്നിയ പോലെ അങ്ങനെ തന്നെ പറയണം. തോന്നിയ പോലെ എല്ലാവർക്കും ഇഷ്ടം. സ്വന്തം പേഴ്സണൽ ലൈഫ്, ഈവൻ നമ്മളെ ഭർത്താവിൻ്റെ അടുത്ത് എങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഓരോ ആളുകൾ തുറന്ന് പറയുമ്പോൾ എന്താ പിന്നെ ഇവരൊക്കെ പറയുക. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് മാത്രം പറയാണ്, മക്കളെ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്ക് ചെയ്യാൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാതിലുകൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരും. പക്ഷേ നമ്മൾ ഈ ദുനിയാവിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് മുഴുവനും, നമ്മൾ കണ്ടുമുട്ടുന്നത് മുഴുവനും അങ്ങനെയുള്ള ആളുകൾ മാത്രമായിരിക്കും. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഭയങ്കര ആർട്ടാണ്, ഇപ്പോൾ ആർട്ടാണ്. പല രീതിയിലും എല്ലാവരുടെ കഴിവുകളും പുറത്ത് എടുക്കുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്, അൽഹംദുലില്ലാ, ഖൈറാണ്, നല്ല തന്നെയാണ്. നിങ്ങളെ കഴിവുകൾ നിങ്ങൾ പുറത്തെടുത്തോ, അത് പ്രകടിപ്പിച്ചോ. പക്ഷേ ഒരിക്കലും ജീവനുള്ള വസ്തുക്കളുടെ അല്ലാതെ നമ്മുടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഇപ്പോൾ മമ്മൂട്ടീൻ്റെ തന്നെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ മമ്മൂട്ടീൻ്റെ ചിത്രം വരച്ച് അത് എക്സിബിറ്റ് ചെയ്ത്. ഒരിക്കലും അത് ഇസ്ലാം പ്രോത്സാഹിക്കപ്പെട്ട ഒരു കാര്യമല്ല. നിങ്ങൾ ജീവനുള്ള ഒരു വസ്തുക്കളുടെയും ചിത്രം നമ്മൾക്ക് വരയ്ക്കാൻ പാടില്ല. കാരണം ശിർക്ക് ആദ്യമായിട്ട് ഈ ദുനിയാവിൽ ഉടലെടുത്തത് ഒരു ഫോട്ടോ മുഖേനയാണ്, ഇതുപോലെ ഒരു ചിത്രം മുഖേനയാണ് ശിർക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിത്രരചന, അതായത് ജീവനുള്ള വസ്തുക്കളെ വരയ്ക്കുക എന്നുള്ളത് നമുക്ക് പാടില്ല. നാളെ നമ്മൾ വരച്ച ചിത്രങ്ങൾക്ക് നമ്മൾ അതിന് റൂഹിട്ട് കൊടുക്കേണ്ടി വരും എന്ന് ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വരച്ച മമ്മൂട്ടിൻ്റെ ചിത്രമായാലും നിങ്ങൾ വരച്ച ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ ചിത്രമായാലും നാളെ അവർക്ക് നിങ്ങൾ റൂഹിന് ഇട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതുവരെ നിങ്ങൾ നരകത്തിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. നമുക്ക് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇസ്ലാമിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം. പക്ഷേ അതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ലിമിറ്റേഷൻസൊന്നും നമുക്കൊരു ലിമിറ്റേഷൻ ആയിട്ട് തോന്നില്ല. നമ്മളത് ആസ്വദിച്ച് ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട്, ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ, സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദീനിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ യൂട്യൂബിനെ പറ്റി പഠിക്കാനും യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാനും ആ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടുന്ന പഠിക്കാനൊക്കെ നിങ്ങൾ എത്ര സമയം ചിലവാക്കുന്നുണ്ട്? ആ ഒരു സമയം നമ്മൾ ദീനിനെ പറ്റി പഠിക്കാൻ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്കൊന്നിനും സമയം ഉണ്ടാവില്ല, ഒരു സന്തോഷം മനസ്സിലുണ്ടാവില്ല, ഒരു സമാധാനം നമുക്ക് മനസ്സിലുണ്ടാവില്ല. അത് അള്ളാഹുവിൽ നിന്ന് മാത്രം, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള അനുഭൂതി മാത്രമാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആരും നാളത്തെ ആഖിറത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇത് കേട്ടിട്ട് എല്ലാവരും, എനിക്കറിയാം ഇതിപ്പോൾ കേട്ട സമയത്തുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇതിലേക്ക് കേട്ട് നിങ്ങളെല്ലാവരും ഇതിലേ വിടും, അതും കുഴപ്പമില്ല. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് മാത്രം പറയുകയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിലിങ്ങനെ ഓരോ ആളുകളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ പറയണമെന്ന് വിചാരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാപ്പാക്കണം. ജസാക്കല്ലാഹു ഖൈർ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.